മലപ്പുറം പാണക്കാട് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഉന്നതതല സംഘം സന്ദർശനം നടത്തി. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. അല്ല, റോഡ് തുറന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എത്രത്തോളം സേഫാണ് കളക്ടറും എസ് പിയും അതുപോലെ തന്നെ ജിയോളജിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടല്ലോ. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അഡ്വൈസ് പ്രകാരം ചെയ്യേണ്ട കാര്യമാണ്. അത് വൈകൂല. ഇന്നിപ്പോൾ വലിയ മഴയുടെ വാണിങ്ങുള്ളതല്ലേ, അതൊന്ന് നോക്കേണ്ടി വരും. അത് നോക്കി പിന്നെ മഴ മാറിയാൽ ഇതിനുള്ള പരിഹാരം പെർമനൻ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇനി കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കൂല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നെ എങ്ങനെ സേഫാക്കാം എന്നുള്ളത് അവർ എക്സ്പെർട്ട് കമ്മിറ്റി, കളക്ടർ അതാ പറയുന്നത്, എക്സ്പെർട്ട് കമ്മിറ്റി നോക്കിയിട്ട് പറയാമെന്നാണ്. ഇപ്പോൾ പറഞ്ഞ വാക്ക് തന്നെ അതുണ്ട്. അനധികൃതം ആണ് മണ്ണെടുപ്പ്, അല്ല പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അതാണ് സംഭവം. പെർമിഷൻ കൊടുത്തു എന്നാണ് അവർ. നമ്മളൊക്കെ നേരത്തെ പോലീസിനോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഈ നേരത്തെ പൊട്ടിക്കാനാ അല്ല, നേരത്തെ മണ്ണെടുത്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടു. രണ്ടും കൂടി കൂട്ടിക്കൊടുക്കല്ലേ. മണ്ണെടുത്ത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ ആയുർവേദ ആസ്പത്രിയോ പിന്നെ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിൻ്റെ ആസ്പത്രി, അതേപോലെ വേറെ എന്തൊക്കെ അവർക്കേ അറിയുള്ളൂ. എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിറ്റേ അവർക്കുള്ളൂ. പൊട്ടിക്കാനുള്ള പെർമിറ്റ് അവർക്കില്ല. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി. ജംഷീർ, ഉന്നതതല സംഘത്തിൽ മന്ത്രിയല്ലാതെ വേറെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ അവിടെ ഈ സ്ഫോടനം നടത്തിയതുകൊണ്ട്, പാറ പൊട്ടിക്കാനുള്ള എക്സ്പ്ലോസീവ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറയുകയാണ്. അത് ആ ഉന്നതതല സംഘത്തിലുള്ള മറ്റാളുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ കാരണം ഈ തന്നെയാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയാണോ? സൈഫു, മന്ത്രിക്ക് ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി, ജിയോളജി വകുപ്പ്, RD ഉൾപ്പെടെയുള്ള ഉന്നത സംഘമാണ് മന്ത്രിക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്നത്. മന്ത്രി ഇപ്പോൾ ഒരു കാര്യം തീർത്തു പറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ നടന്ന നിർമ്മാണം, അതായത് മണ്ണ് നീക്കം ചെയ്യാൻ നൽകിയ അനുമതിയുടെ മറവിൽ വ്യാപകമായി പാറ പൊട്ടിക്കുകയാണ് ഉണ്ടായത്. ആ പാറ ഇല്ലാതെയാണ് പാറ പൊട്ടിച്ചിട്ടുള്ളത്. ആ പാറ പൊട്ടിച്ചതാണ് ഇത്തരത്തിൽ മണ്ണിടിയാൻ കാരണമായത് എന്നതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് മന്ത്രി ഈ ഘട്ടത്തിൽ തുറന്നു പറയുകയാണ്. ഇവിടെ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന കാര്യം, അതായത് പാറ പൊട്ടിക്കുന്നു എന്ന കാര്യം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിച്ചതാണ്. എന്നാൽ അവർ അതിനകത്ത് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ആ നടപടി എടുക്കാത്തത് കൊണ്ടാണ് അവർ ഇവിടെ മറച്ചുകൊണ്ട്, ഒരു ഷീറ്റ് കെട്ടി മറച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതായത് പാറ പൊട്ടിച്ചത്. മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ആ മണ്ണ് നീക്കം ചെയ്യുന്നതിന്റെ മറവിൽ ഇത്തരത്തിൽ വ്യാപകമായി പാറ പൊട്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. ആ ഒരു പാറ പൊട്ടിക്കലാണ് ഇത്തരത്തിൽ അനധികൃതമായി തന്നെയാണ് അവിടെ നിർമ്മാണം നടന്നിട്ടുള്ളത്. ആ അനധികൃതമായിട്ടുള്ള പാറ പൊട്ടിക്കലിന്റെ പരിണിത ഫലമായാണ് ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഈ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള, അല്ലെങ്കിൽ ഈ വകുപ്പിന്റെ കൂടി മന്ത്രിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ജിയോളജി വകുപ്പിന്റെ കൂടി ചുമതലയുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് തന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പിഴവ് സംഭവിച്ചു എന്ന് മന്ത്രി തുറന്നു പറയുകയാണ്. ഈ ഒരു കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയുമ്പോൾ ഒരു കാര്യം സൈഫു, ഒരു കാര്യം കൂടി പറയേണ്ടത്, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മീഡിയ വൺ ഉൾപ്പെടെയുള്ള നമ്മൾ ഉൾപ്പെടെയുള്ളവർ വാർത്ത നൽകിയതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പോൾ തെറ്റ് സംഭവിച്ചു എന്ന് മന്ത്രി, ജിയോളജി വകുപ്പിന് തെറ്റ് സംഭവിച്ചു എന്ന് മന്ത്രി തുറന്നു പറയുമ്പോൾ മറ്റിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തെറ്റുകൾ ജിയോളജി വകുപ്പിന് സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളത്. കാരണം ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നതും ജിയോളജി വകുപ്പ് അനുമതി നൽകിയെന്നും ജിയോളജി വകുപ്പ് വന്നു നോക്കുന്നില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഇവിടെ വലിയൊരു അപകടം സംഭവിച്ചു, ആ വലിയ ദുരന്തം ഒഴിവായി, അതിനുശേഷം ഇത് വലിയ വാർത്തയായി ചർച്ചയായതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും മന്ത്രിയൊക്കെ സന്ദർശിക്കുന്നത്. അപ്പോഴാണ് ജിയോളജി വകുപ്പിന് വീഴ്ച. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം സന്ദർശിച്ചതിന് ശേഷമാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടത്.